15ാമത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കട്ടപ്പന മേഖലാ സമ്മേളനം നടന്നു. കട്ടപ്പനയിൽ നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കട്ടപ്പന മേഖലാ സമ്മേളനം വിക്ടോറിയ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. സമ്മേളനം സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എണ്ണത്തിൽ കൂടിയതുകൊണ്ട് ഗുണത്തിൽ മെച്ചമുണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. എണ്ണം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു നമ്പർ മാത്രമാണ്. എന്നാൽ നമുക്ക് മെച്ചമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. അപ്പോൾ സംസ്ഥാനത്തെ കഴിഞ്ഞ മേഖലാ സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ 99 മേഖലകളാണ് നമുക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നമുക്ക് പുതിയതായി 7 മേഖല കൂടെ ചേർക്കപ്പെട്ടു. ആ മേഖലകൾ ചേർക്കപ്പെട്ടതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 14 ജില്ലകൾക്കൊപ്പം 106 മേഖലകളാണ് നമ്മുടെ സംസ്ഥാനത്ത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. യോഗത്തിൽ ജോബിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. റോബി ജോസഫ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അജയ്കുമാർ സാമ്പത്തിക റിപ്പോർട്ടും ഫിലിപ്പ് ഉലഹന്നാൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചപ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനീഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ, സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ, എബ്രഹാം കെ എ, രാജേഷ് വി ടി, ബിജു MR തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൊതുചർച്ച, ചർച്ചയ്ക്കുള്ള മറുപടി, വിശദീകരണം, തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. പുതിയ കട്ടപ്പന മേഖലാ പ്രസിഡന്റായി ജോബിൻ ജോസിനെയും സെക്രട്ടറിയായി അജയ്കുമാർ BAയെയും വൈസ് പ്രസിഡന്റായി റോബി ജോസഫിനെയും ജോയിന്റ് സെക്രട്ടറിയായി ജോസഫാസ്റ്റിനെയും ട്രഷററായി റോയി ജോസഫിനെയും തെരഞ്ഞെടുത്തു. കേരളത്തിൽ ഡിജിറ്റൽ TV മേഖലയിൽ 1ാം സ്ഥാനവും ബ്രോഡ്ബാൻഡ് 1ാം സ്ഥാനവും നിലനിർത്തി വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരള വിഷൻ. ഇന്ത്യയിൽ ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനവും ഡിജിറ്റൽ TV രംഗത്ത് 4ാം സ്ഥാനവും നേടിക്കഴിഞ്ഞു. കുത്തക കമ്പനികൾക്ക് ജനകീയ ബദൽ എന്ന രീതിയിലാണ് കേരള വിഷനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും പ്രവർത്തിക്കുന്നത്. അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13 രാജാക്കാട്ടിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.